പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കാതുകളിൽ, കർണപുടങ്ങളിൽ കൊയ്ത്തുകാരുടെ നിലവിളി എത്തിയിരിക്കുന്നു എന്ന വചനത്തെ തുടർന്ന് നമ്മൾ സമൂഹത്തിലെ അനീതിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, വലിയ ഒരു അനീതിയുണ്ട്. പകൽ പിടിച്ചുപറി നടത്തുന്ന അനീതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സാമൂഹ്യ സേവനത്തിൻ്റെയും പൊതുനന്മയുടെയും മറപിടിച്ച് ജനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ചില ക്ലബ്ബുകാരും ചില സംഘടനകളൊക്കെ ചില ബാനറുമൊക്കെ വെച്ചുകൊണ്ട് നിർബന്ധപൂർവം പണം പിരിച്ചെടുക്കുക. പണം കൊടുക്കാതെ വന്നാൽ അവനെ എതിരെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാമോ ആ തരത്തിലുള്ള ഉപദ്രവങ്ങളെല്ലാം നടത്തുക. രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധ പിരിവുകൾ നടത്തിക്കൊണ്ടിറങ്ങിയിരിക്കുന്നത്. അവരുടെ ഭരണ സ്വാധീനം വെച്ചുകൊണ്ടാണ് അവർ നിർബന്ധ പിരിവിന് വരുമ്പോൾ കൊടുത്തില്ല എങ്കിൽ കൊടുക്കാത്തവൻ്റെ കാര്യം കട്ടപ്പുകയാണ്. അവർ കിട്ടുന്ന അവസരമനുസരിച്ച് അവനെ തകർക്കുവാനായിട്ടുള്ള എല്ലാ വഴികളും ആലോചിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു അനീതിയാണ് പ്രിയ സഹോദരങ്ങളെ. രാഷ്ട്രീയമായ മേഖലകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു അനീതിയാണ് നിർബന്ധ പിരിവുകൾ. യാത്ര പോകുന്ന വഴിക്ക് ചിലപ്പോൾ എത്രയെത്രയോ നിർബന്ധ പിരിവുകൾ നമുക്ക് അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ, ഒരുപക്ഷെ പലപ്പോഴും ഒരു ടാക്സി വിളിച്ചൊരു അത്യാവശ്യത്തിന് പോകുന്ന സമയത്തായിരിക്കാം ചില പ്രദേശങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വഴി ഞങ്ങൾ നന്നാക്കിക്കൊണ്ടിരിക്കാൻ, നിങ്ങൾ കാശ് തന്നിട്ട് പോയാൽ മതി. ഒരു ഗ്രൂപ്പ് അങ്ങനെ വഴി നന്നാക്കാനായിട്ടൊരു തൂമ്പായും ഒക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കും. എവിടെയെങ്കിലുമൊക്കെ സർക്കാർ നന്നാക്കേണ്ട കുഴികളൊന്നും നന്നാക്കാതെ കിടക്കും. അത് ശകലം മണ്ണൊക്കെ ചിലപ്പം വെട്ടിയിടും, 1-2 കല്ലൊക്കെ എടുത്തിട്ട് നികത്തിക്കും. പക്ഷെ അവർ നിർബന്ധമായിട്ട് പണം വാങ്ങിക്കും. രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെ നിർബന്ധമായിട്ട് അവരുടെ തൊഴിലാളികളിൽ നിന്ന് മാത്രമല്ല, അവരുടെ തൊഴിലാളികളെ പിഴിയുന്നത് വേറെ. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ കീഴിലുള്ള തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളിൽ നിന്ന് നിർബന്ധമായ പിരിവ് യൂണിയൻ തൊഴിലാളികൾ പലപ്പോഴും എന്നോട് പലരും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. യൂണിയനിലേക്ക് ഭയങ്കരമായ പിരിവ് കൊടുക്കണം മാസാമാസം. കാര്യം ശമ്പളമൊക്കെ വർദ്ധിപ്പിച്ചു. ശമ്പളം വർദ്ധിപ്പിച്ചതിൻ്റെ 50% അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പിരിവ്, നിർബന്ധ പിരിവ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സമുദായത്തിലുമുണ്ട് കേട്ടോ, നിർബന്ധമായിട്ടുള്ള പിരിവ്. പല ദേവാലയങ്ങളിലേക്കും ചെന്ന് കഴിയുമ്പോൾ പല വ്യക്തികളും പറയുന്ന ഒരു കാര്യമാണ്, പിരിവ് കൊടുത്തും മടുത്തു. എങ്ങനെ കൊടുക്കും, എങ്ങനെ കൊടുക്കാതിരിക്കും, ഇതിനകത്തെ അംഗമായിപ്പോയില്ലേ. ഓരോരുത്തരും വന്നു കഴിഞ്ഞ് ഓരോ തരത്തിലുള്ള പിരിവുകൾ അവരുണ്ടാക്കുകയാണ്. ഇല്ലാത്ത പണികൾ ഉണ്ടാക്കുന്നു. എല്ലാത്തിനും പണം കൊടുക്കണം. പണം കൊടുത്തില്ല എങ്കിൽ, പിരിവ് കൊടുത്തില്ല എങ്കിൽ മാമോദീസായ്ക്ക് ചെല്ലുമ്പോൾ അത് പിടിക്കും. കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കില്ല. പള്ളികളിൽ നടക്കുന്ന സംഭവമാണ് നിർബന്ധ പിരിവുകൾ. പാവപ്പെട്ടവനോട് അനീതി കാണിക്കുക. സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയക്കാർ മാത്രമല്ല, അല്ലാത്തവരുമുണ്ട്. എല്ലാ മേഖലകളിലും നിർബന്ധമായിട്ടുള്ള പിരിവ് നടത്തുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ ഇത്ര രൂപ തന്നേരെ ജോലി തരാം, ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട്, പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പണം വാങ്ങിച്ചു കൊണ്ടുപോകും. ഒരുപക്ഷെ ഗൾഫ് ജോലിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിലേക്കുള്ള ജോലിയാകാം. ചിലരൊക്കെ ഒരു ജോലി കിട്ടുമല്ലോ, ഒരു കമ്പനിയിൽ ഒരു ജോലി കിട്ടുമല്ലോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമല്ലോ എന്ന് കരുതി ചിലപ്പോൾ
നാടൻ ഭാഷയെ പറഞ്ഞ കെട്ടുതാലി പോലും പറിച്ച് വിറ്റ പണമായിരിക്കും പല വ്യക്തികളും അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നത്. അതൊരു വലിയ അനീതിയാണ്. നീതിയല്ലാത്ത പ്രവൃത്തി തന്നെയാണ് അനീതി. ഇതുകൊണ്ടാണ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യസ് 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തിയത്: അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. പ്രിയ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള അനീതികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയോ ഞാൻ അനീതിക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തണം. ഉപേക്ഷിക്കേണ്ട മേഖല ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ്, വലിയൊരു അനീതിയാണ് കൈക്കൂലി. കൈക്കൂലി മേടിക്കുന്നു. കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ അവൻ്റെ കാര്യം പോക്കാം. എന്തെല്ലാം തരത്തിലുള്ള സമൂഹത്തിലുള്ള അനീതികളാണ് ഇന്ന് നമ്മുടെ ഇടയിൽ, നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള അനീതികൾ ചെയ്യുന്ന വ്യക്തികളുടെ കണ്ടെത്താത്ത വ്യക്തികളല്ല, നിങ്ങളെ ഓരോ വ്യക്തികളെയും അനീതി വളരെ വ്യക്തമായിട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായ പിരിവ്, നിർബന്ധ പിരിവ് നടത്തി എന്നിട്ട് വലിയ കപടത കാണിച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ എല്ലാം പിഴിഞ്ഞ് മേടിച്ചു കഴിഞ്ഞതിന് ശേഷം വലിയ ഭക്തിയൊക്കെ കാണിച്ച് വലിയ വിശുദ്ധൻ്റെയും അല്ലെ വിശുദ്ധയുടെയൊക്കെ മോഡല് ചമഞ്ഞ് ജീവിക്കും. ഇത്തരത്തിലുള്ള അനീതി നമ്മളുടെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സാമൂഹ്യ സേവനത്തിൻ്റെയും പൊതുനന്മയുടെയും മറപിടിച്ച് ജനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടിയുടെയോ സംഘടനയുടെയോ ബാനറിൽ വൻ തുക നിർബന്ധപൂർവം പിരിച്ചെടുത്ത് കാപട്യവും അനീതിയും കാണിക്കുന്ന അനേകം വ്യക്തികൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട്. അവരോരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ഇത്തരം അനീതി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് കൂട്ടുനിൽക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. കർത്താവെ, ആ മക്കൾ ഓരോരുത്തരുടെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.